ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റ് അരീന. IPL-ൽ ഇന്ന് ഒരു കിടിലൻ പോരാട്ടമാണ് ക്രിക്കറ്റ് ആരാധകരെ കാത്തിരിക്കുന്നത്. കരുത്തരായ RCBയും മുംബൈ ഇന്ത്യൻസും ഇന്നാണ് ഏറ്റുമുട്ടുക. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. നിലവിലെ ജേതാക്കളായ RCB കഴിഞ്ഞ മത്സരത്തിൽ SRHനോട് പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നൊരു തിരിച്ചുവരവ് നിർബന്ധമാണ്. അതേസമയം മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 മത്സരങ്ങളിൽ അവർ തോൽവി അറിഞ്ഞിട്ടുണ്ട്. അവർക്കും ഇന്ന് ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ തീപ്പാറും പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 2 ടീമുകളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ESPN ക്രിക്കിൻഫോ ഇപ്പോൾ പറയുന്നത്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. RCBയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അഭിനന്ദൻ സിംഗ് മോശം പ്രകടനമാണ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പകരം മങ്കേഷ് യാദവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ സുയാ ശർമ്മ കളിച്ചിരുന്നില്ല. അദ്ദേഹം ഈ മത്സരത്തിൽ കളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ESPN ക്രിക്കിൻഫോ പറയുന്നത്. അവരുടെ പ്രോബബിൾ ലൈനപ്പ് ഇങ്ങനെയാണ്: ഫിൽ സാൾട്ട്, വിരാട് കോഹ്ലി, ദേവ്ദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെഫേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, അഭിനന്ദൻ സിംഗ്, അതല്ലെങ്കിൽ മങ്കേഷ് യാദവ്, ജോഷ് ഹൈസൽവുഡ്, സുയാ ശർമ്മ. ഇങ്ങനെയായിരിക്കും RCB മുംബൈയെ നേരിടാൻ വേണ്ടി ഇന്ന് ഇറങ്ങുക. ഇനിയിപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മിച്ചൽ സാന്റ്നർ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകും. അപ്പോൾ അല്ല ഗസൻഫർ പുറത്തിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കാണുന്നത്. ട്രെന്റ് ബോൾട്ടിന് പകരം കോർബിൻ ബോഷ് വരാനുള്ള സാധ്യതകളും അവിടെയുണ്ട്. ESPN ക്രിക്കിൻഫോ നൽകുന്ന മുംബൈ ഇന്ത്യൻസിന്റെ 11 ഇങ്ങനെയാണ്: റയാൻ റിക്കൾട്ടൺ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, നമാൻ ദീർ, ഷെർഫൈൻ റുദർഫോർഡ്, മിച്ചൽ സാന്റ്നർ, ഷർദുൽ താക്കൂർ, ദീപക് ചഹർ, ട്രെന്റ് ബോൾട്ട്, അതല്ലെങ്കിൽ കോർബിൻ ബോഷ്, ജസ്പ്രീത് ബുംറ. ഇങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഒരു 11 വരുന്നത്. ഏതായാലും 2 ടീമുകളുടെയും ലക്ഷ്യം വിജയം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച പോരാട്ടമാണ് ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.